അതുകൊണ്ട് പൈസ നമ്മൾ ചർച്ച ചെയ്ത് എന്ന വിളിയിൽ ജിന്നിനെയും മലക്കിനെ ഉദ്ദേശിച്ചാൽ ശിർക്കാന്ന് പറഞ്ഞത്. ഇപ്പൊ ഇവര് പറഞ്ഞത് തന്നെയാ എന്ന വിളിയിൽ ജിന്നിനെയും മലക്കിനെ ഉദ്ദേശിച്ചാൽ ശിർക്കാന്ന് പറഞ്ഞത്. ഇപ്പൊ ഇവര് പറഞ്ഞത് തന്നെയാ അത് ശിർക്കാണ് അല്ലെന്നുള്ള അടിസ്ഥാനത്തിൽ പറഞ്ഞു യാ ഇബാദല്ലാ എന്നൊരാൾ വിളിച്ചു. ഒരാൾ യാ ഇബാദല്ലാ ഞങ്ങൾ തന്നെ പറഞ്ഞു. യാ ഇബാദ് എന്നാൾ ഒരാൾ വിളിച്ചാൽ അതൊരു ദിക്ർ എന്ന അർത്ഥത്തിലാണ് വിളിച്ചതെങ്കിൽ ഹദീസ് ദുർബലമായതിന്റെ വശം വന്നപ്പോ നമ്മൾ പറഞ്ഞു എന്ത് അത് ബിദ്അത്തേ ആവും. യാ ഇബാദ് ഒരാൾ വിളിച്ചാൽ. എന്നാൽ ഒരാൾ അതിൽ ജിന്ന് സഹായിക്കും മലക്ക് സഹായിക്കും എന്നൊരാൾ വിശ്വസിച്ചു. യാ ഇബാദ് എന്നാ വിളിക്കുമ്പോൾ ജിന്ന് സഹായിക്കും മലക്ക് സഹായിക്കും എന്നൊരാൾ വിശ്വസിച്ചു. എന്നാൽ അതിൽ ശിർക്ക് വരും എന്ന് നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെ ശിർക്ക് വരില്ല. നിങ്ങൾ പറഞ്ഞു യാ ഇബാദ് അള്ളാന്റെ അടിമകളെ എന്നൊരാൾ വിളിച്ചു. ഒരു മലയാളി അള്ളാന്റെ അടിമകളെ തന്നെ വിളിക്കുക. ചിലപ്പോൾ അറബി ചിലപ്പോൾ യാ ഇബാദ് എന്ന് പറയും. അപ്പൊ ഒരാൾ അള്ളാന്റെ അടിമകളെ എന്ന് വിളിച്ചാല് അതിൽ ജിന്നോ മലക്കോ സഹായിക്കും എന്നൊരാൾ വിശ്വസിച്ചുകൊണ്ട് വിളിച്ചാൽ ശിർക്ക് വരും. നിങ്ങൾ അങ്ങനെ ഇരിക്കുന്നത് അങ്ങനല്ല. അസീസ് പറഞ്ഞ എന്താ? യാ ഇബാദല്ലാന്ന് വിളിച്ചാൽ മലയാളിയാണെങ്കിൽ അള്ളാന്റെ അടിമകളെ എന്നാ വിളിക്കുക. അപ്പൊ എഴുതിക്കോ, അള്ളാന്റെ വിജന പ്രദേശത്ത് അള്ളാഹുവിന്റെ അടിമകളെ എന്ന് വിളിക്കുകയും അതുവഴി മലക്കോ ജിന്നോ സഹായിക്കുമെന്ന് വിചാരിക്കുകയും ചെയ്താൽ അത് ശിർക്കാണ്. എഴുതിക്കോ. ഫൈസൽക്ക് പറഞ്ഞത് യാ ഇബാദ് എന്ന ഹദീസ് ചർച്ചാ വിഷയം. അതിൽ മലക്കിനെയും ജിന്നിനെയും ഉദ്ദേശിച്ചാൽ ശിർക്കാണ് ഞങ്ങളും അതിൽ ഇൻഷാ അല്ലാഹ് അതിൽ വ്യതിയാനിച്ചിട്ടുണ്ടോ ഇല്ലെന്നില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ വാദം പറയാൻ നിങ്ങൾക്ക് കഴിയില്ല പറഞ്ഞതുപോലെ ഇത് കഴിയില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.